സർവകലാശാലയിലെ മലയാളി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും? ഒരു 96-97% ഉള്ള കുട്ടിയൊക്കെ യൂണിവേഴ്സിറ്റി ഗേൾസ് ഹോസ്റ്റലിന് അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ കർഫ്യൂ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ട്. ഇപ്പം രാത്രി ലൈബ്രറി പോയിരുന്ന് പഠിക്കാനാണെങ്കിലും അങ്ങനത്തെ സൗകര്യം ഒന്നും ഉണ്ടാവില്ല. കേരളത്തിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ ഏറെയും ഒരുപോലെ പ്രയാസപ്പെടുന്നത് ഇതു കാരണമാണ്. താമസ സൗകര്യമില്ലായ്മ എന്ന പ്രശ്നത്തെ ചൊല്ലി രാജ്യത്തെ മികച്ച അക്കാദമിക് സൗകര്യം കൊണ്ട് പ്രശസ്തമായ കലാശാലകളിൽ പ്രവേശനം നേടിയവരാണ് ഇവരെല്ലാം. ഭാവിയെക്കുറിച്ച് ഇവരുടെ സ്വപ്നങ്ങളൊന്നും വെറും സ്വപ്നം മാത്രമായി അവശേഷിപ്പിച്ചില്ല. കഠിന പരിശ്രമത്തിലൂടെ ഉയർന്ന മാർക്ക്, ഉപരിപഠനത്തിന് രാജ്യത്തെ റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന കോളേജുകളിൽ പ്രവേശനം നേടാനുള്ള നെട്ടോട്ടം. ഡൽഹി സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകൾ ഇതിനായി തെരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ തലസ്ഥാനത്തെത്തുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം വർഷം തോറും കൂടി വരികയാണ്. ഇവർക്കൊന്നും കോളേജ് ഹോസ്റ്റലുകളിൽ താമസ സൗകര്യം ലഭിക്കുന്നില്ല. നാട്ടിൽ നിന്ന് അപരിചിതമായ സ്ഥലത്ത് ഭാഷാ പ്രശ്നങ്ങൾ ഏറെ അനുഭവിക്കുന്ന കുട്ടികൾ വലിയ തുക കൊടുത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിലും ഫ്ളാറ്റുകളിലും ഇടം തേടുന്നു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സാക്കിർ ഹുസൈൻ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ഫസ്റ്റ് ഇയർ പൊളിറ്റിക്കൽ സയൻസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് പൊതുവായി ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ ഒരു കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇവിടെ വന്ന സമയത്താണ് അറിയാൻ കഴിഞ്ഞത്, ഇപ്പം സാക്കിർ ഹുസൈൻ കോളേജ്, എല്ലാ കോളേജും അങ്ങനെയല്ല, സാക്കിർ ഹുസൈൻ കോളേജ് എന്ന് പറയുന്നത് പൊതുവെ ഹോസ്റ്റൽ ഇല്ലാത്തൊരു കോളേജാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനനുസരിച്ച് മറ്റ് ഹോസ്റ്റലുകളിലോ മറ്റു സംവിധാനങ്ങളിലേക്കോ താമസ സൗകര്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്ലാറ്റിലാണ്. ഇവിടെ ഡൽഹി കേന്ദ്ര സർവകലാശാലയുടെ കീഴിൽ 71 കോളേജുകളുണ്ട്. ഡൽഹിയുടെ നോർത്ത്, സൗത്ത്, സെൻട്രലായി പരന്നുകിടക്കുന്ന ക്യാമ്പസുകൾ. ഇതിൽ 15 കോളേജുകളിൽ മാത്രമാണ് ഹോസ്റ്റൽ സൗകര്യമുള്ളത്. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള 8 കോളേജിൽ ഹോസ്റ്റൽ സൗകര്യം ലഭിക്കുന്നു. മിറാണ്ട ഹൗസ്, ലേഡി ശ്രീറാം കോളേജ്, ദൗലത് റാം, കേശവ് മഹാവിദ്യാലയ തുടങ്ങിയ വനിതാ കോളേജുകൾ ഇതിൽപ്പെടും. ഹിന്ദു കോളേജ്, സെന്റ് സ്റ്റീഫൻ, രാംജാസ് തുടങ്ങി 5 കോളേജുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഹോസ്റ്റലുകളുണ്ട്. ഇവിടെയെല്ലാം പ്രവേശനം ലഭിക്കുന്നത് മാർക്ക് അടിസ്ഥാനത്തിലുമായതുകൊണ്ട് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ പ്രവേശനം സാധ്യമാകുകയുള്ളൂ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉയർന്ന മാർക്കുള്ള 2-3 കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. ബാക്കി വരുന്ന 56 കോളേജുകളിലും താമസ സൗകര്യമില്ല. ഹോസ്റ്റൽ സൗകര്യം ലഭിക്കാത്ത ആൺകുട്ടികളും ഏറെ. അപ്പോൾ ഞങ്ങളുടെ കോളേജിന് ഒരു ഹോസ്റ്റൽ സംവിധാനം ഇല്ല. പിന്നെ ഇപ്പോൾ പെൺകുട്ടികൾക്കാകുമ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ട്. പക്ഷേ ആൺകുട്ടികൾക്ക് അങ്ങനെ പോലും ഒരു സംവിധാനം ഇല്ല. സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് PGകളെയും ഹോസ്റ്റലുകളെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കിവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദു കോളേജ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയ ആളാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു വർഷം ഏകദേശം 1 ലക്ഷത്തോളം വരുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം കുട്ടികൾക്ക് ഇത് അഫോർഡബിൾ ആണെന്നുള്ള ചോദ്യമാണ്. കാരണം ഇത്ര വലിയൊരു തുക വെക്കുമ്പോൾ ഇവിടെ അഡ്മിഷൻ കിട്ടുന്നവർ നല്ല മാർക്ക് കിട്ടുന്നവർ മാത്രമല്ല, ഈ പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ കോളേജ് ഹോസ്റ്റൽ തന്നെ കിട്ടുന്നുള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള ഒരു വർഗ ക്ലാസ് ഡിഫറൻസസ് വരെ നമുക്ക് ക്ലാസ്സിൽ കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു അക്കോമഡേഷൻ ഒരു പ്രശ്നമേ അല്ലാത്ത ആളുകൾ, ഇവിടെ തന്നെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും മികച്ച അക്കോമഡേഷൻ പ്രൈവറ്റായിട്ട് കണ്ടുപിടിച്ച് താമസിക്കാൻ പറ്റുന്ന, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വരുന്നുണ്ട്. പക്ഷേ അവരോടൊപ്പം തന്നെ സാധാരണ സ്കൂളുകളിൽ പഠിച്ച്, സർക്കാർ സ്കൂളുകളിൽ പഠിച്ച്, അല്ലെങ്കിൽ ഉൾനാട്ടിൽ നിന്ന് വരുന്ന നല്ലൊരു ശതമാനം കുട്ടികളും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ഈ പറയുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ആവുക എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. ഒരു ആവറേജിൽ മാസം 15,000 രൂപ മിനിമം വരുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ PGസിലൊക്കെ ഉള്ളത്. അപ്പോൾ കോളേജിൻ്റെ തൊട്ടു പിറകെ വേറൊരു കോളേജ് ഉണ്ട്, പോളിടെക്നിക് ഫോർ വിമൻ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഹോസ്റ്റൽ സംവിധാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓപ്പൺ ആണ്. അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ അധ്യയന വർഷത്തിൽ 551 പെൺകുട്ടികളും 445 ആൺകുട്ടികളും അടക്കം 996 മലയാളി വിദ്യാർത്ഥികളാണ് വിവിധ കോളേജുകളിലായി വ്യത്യസ്ത കോഴ്സുകളിൽ പ്രവേശനം നേടിയിരിക്കുന്നത്. ഇതിൽ
181 പേർക്ക് മാത്രമാണ് ഹോസ്റ്റൽ പ്രവേശനം ലഭിച്ചത്. ലഭ്യമാകാത്ത കുട്ടികളേറെയും വിജയനഗർ, കമലാനഗർ, ഹഡ്സൺ എന്നിവിടങ്ങളിലാണ് ഫ്ളാറ്റുകളും പേയിങ് ഗസ്റ്റ് സൗകര്യവും തേടുന്നത്. ഇത് വൻ കച്ചവടമാക്കിയെടുത്ത് ഇടനിലക്കാരും സജീവം. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുകൊടുത്ത് 20,000 വരെ വാടക ഈടാക്കും. എന്നാൽ ഒരു മുറിയിൽ തന്നെ 3-4 വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് പരിമിത സൗകര്യമാണ് ഇവർക്ക് നൽകുന്നത്. PG-യിൽ ഒരു 3 മാസം നിന്നുള്ളൂ. കാരണം തീരെ അവിടുത്തെ ഫുഡായാലും അവർ തരുന്ന സൗകര്യങ്ങളായാലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള യാതൊരു ഫെസിലിറ്റീസും തന്നിരുന്നില്ല. ആദ്യത്തെ ഒരു 3 മാസം നിന്നിട്ട് അവിടെ നിന്ന് മാറി. അവിടെ 12,500 രൂപയായിരുന്നു അവർ മേടിച്ചിരുന്നത്. ഫുഡൊക്കെ ആയാലും ഭയങ്കര മോശം ഫുഡായിരുന്നു. നാട്ടിൽ നിന്ന് വരുന്നപ്പോൾ ഞങ്ങൾ ഈ PG-യുടെ ഒരു എക്സ്ട്രാ പൈസയെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. കാരണം കോളേജ് ഹോസ്റ്റലിൽ കിട്ടുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ PG-യുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 14,000ആണ്. അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള PG-ക്കൊക്കെ 14,000 തൊട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ 14,000 റെൻറ്റിന് പുറമെ തന്നെ ഇലക്ട്രിസിറ്റിക്ക് വേറെ പൈസ കൊടുക്കണം. ഞങ്ങളുടെ PG-യിൽ പെർ യൂണിറ്റ് 4 രൂപയ്ക്ക് പകരം അവർ 12 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചൂടുകാലത്ത് AC-യിൽ ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഈ തണുപ്പ് കാലത്താകുമ്പോൾ ഹീറ്ററോ സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഹീറ്ററോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ പലതും നേരിടുന്നുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഇപ്പോൾ 5 പേര് താമസിക്കുന്ന 3 റൂം, ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ പരമാവധി രാവിലെയൊക്കെ ഇറങ്ങേണ്ട സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. 5 പേര് ഒരുമിച്ച് ആവില്ലല്ലോ. അപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും. ഉത്തരേന്ത്യയിലെ ജാതി വിവേചനം കലാശാല വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം നൽകുന്നതിലും പ്രകടമാണെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കേരളത്തിലെയും കാശ്മീരിലെയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇതിനിരയാക്കപ്പെടുന്നത്. ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് താമസ സൗകര്യം ലഭിക്കുക എന്നത് ഏറെ പ്രയാസകരം. കശ്മീരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ കശ്മീരാണെന്ന് പറയുമ്പോൾ മുസ്ലിം ആണെങ്കിൽ റൂം തരാൻ പറ്റൂല എന്ന് കൃത്യമായിട്ട് തന്നെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ കേരളത്തിലെ മുസ്ലിം കുട്ടികളുടെ അടുത്ത് സെക്കൻഡ് നെയിം ചോദിച്ചിട്ട് മുസ്ലിം ആണോ ഹിന്ദു ആണോ അല്ലെങ്കിൽ ഏത് ജാതിയാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം റൂം കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. ഇത്തരത്തിൽ പ്രയാസം നേരിടുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് മൈത്രി എന്ന സംഘടനയാണ്. 2005-ൽ ഏതാനും മലയാളി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ തുടക്കമിട്ട മൈത്രി കോളേജ് പ്രവേശനം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്നു. ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് മൈത്രി. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിച്ചത് മാതൃകയാക്കി അത്തരത്തിലുള്ള ശ്രമത്തിന് സർക്കാർ മുൻകൈയെടുക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ഇവിടെ ധാക്ക ക്യാമ്പസ് എന്ന് പറയുന്ന സ്ഥലത്ത് നോർത്ത് ക്യാമ്പസിൽ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ഹോസ്റ്റലുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അവരുടെ കുട്ടികൾക്ക് വേണ്ടി, ഇവിടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റുഡൻസ് ഒരുപാട് പഠിക്കുന്നുണ്ട്, അവരുടെ പെൺകുട്ടികൾക്ക് വേണ്ടി അവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് 60% ഫണ്ടിങ്ങോട് കൂടി ഇവിടെ ധാക്ക ക്യാമ്പസിൽ ഒരു ഹോസ്റ്റൽ ബിൽഡ് ചെയ്യുന്നുണ്ടായി. ആ ഹോസ്റ്റലുകളിൽ 60% സ്റ്റുഡൻസിന് റിസർവ്ഡ് ആണ്. ആ സ്റ്റുഡൻസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റുഡൻസ് എന്നുള്ള സ്റ്റുഡൻസിന് തന്നെയാണ് അഡ്മിഷൻ കൊടുക്കുക. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ചെയ്തത് അങ്ങനെ ഒരു ഇതാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ UGC-യുടെ മേളിൽ മറ്റേ പ്രഷർ ചെലുത്തി. കാരണം ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്. അപ്പോൾ കേരള സർക്കാരിന് തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ്. പൊളിറ്റിക്കലി ഒരു പ്രഷർ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കേരള ഗവൺമെൻറ് ആൻഡ് ഡൽഹി ഗവൺമെൻറ് ടുഗെദർ ക്യാൻ മേക്ക് എ സൊല്യൂഷൻ. അല്ലാതെ കുട്ടികൾ മാത്രം ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വകാര്യ സ്ഥാപനങ്ങളും വീടുകളും താമസത്തിന് തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികൾ ഏറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പ്രധാനമായും ഇവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇടനിലക്കാരുടെ സഹായത്തോടെ സ്വകാര്യ താമസ ഇടങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികൾ നേരിടുന്നത് വലിയ രീതിയിലുള്ള ചൂഷണങ്ങളാണ്. സാമൂഹിക വിരുദ്ധർ തുടങ്ങി കെട്ടിട ഉടമ വരെയുള്ളവരിൽ നിന്നുള്ള ശാരീരിക ചൂഷണത്തിലേക്ക് ഇത് നീളുന്നു. ആരുടെ മുന്നിൽ പരാതിപ്പെടുമെന്നറിയാതെ വിദ്യാർത്ഥികൾ. ഡൽഹി പോലെയുള്ള മഹാനഗരത്തിനെക്കുറിച്ചോ അതിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചൊന്നും അറിയാത്ത കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പുതിയ ഇടം കണ്ടെത്തുക എന്നതും പ്രയാസകരം. സോ ഇവിടെ ഈയിടയ്ക്ക് PG-യിൽ നടന്നൊരു സംഭവമാണ്. സോ ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാംസ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ രാവിലെ പഠിക്കാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിൽ ബേസിക്കലി ഇരിക്കുകയാണ്. അപ്പോഴത്തേനും ഒരു ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് സ്റ്റുഡൻ്റ് ആണെന്നാണ് അവൾ റെക്കഗ്നൈസ് ചെയ്ത് പറഞ്ഞത്. സീമിംഗ്ലി സ്റ്റുഡൻ്റ് ആയിട്ട് തോന്നി.
മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പീനസ് ഇട്ടിട്ട് ഇങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേനും പേടിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അത് ടെറിഫൈഡ് ആയിട്ട് നിന്നു. എന്നിട്ട് ഈ ലാൻഡ് ലേഡീനെ പിന്നെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത്, നിങ്ങൾ രാവിലെ അവിടെ എണീറ്റിരുന്ന് ലൈറ്റ് ഇട്ടില്ലേ, അത് അങ്ങേർക്ക് ക്യൂ കൊടുത്തതാണ്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് ക്യൂ കൊടുത്തതാണ് ലൈറ്റ് ഇട്ടത്, അതുകൊണ്ട് അത് നിങ്ങളെ പറഞ്ഞാൽ മതി, നിങ്ങൾ ഇനി തൊട്ട് വെളിയിലിരിക്കേണ്ട, നിങ്ങൾ റൂമിൻ്റെ ഉള്ളിലിരുന്ന് പഠിച്ചാൽ മതി, നിങ്ങൾ എന്തിനാണ് അന്നേരം തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉള്ളിൽ കയറി പോയാൽ പോരായിരുന്നു, എന്തിനാ അവിടെ നിന്നേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. പ്രോപ്പർട്ടി ഡീലേഴ്സ് ആണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. റെൻറ്റിൻ്റെ പകുതി എമൗണ്ട് അവർ കമ്മീഷൻ എമൗണ്ട് ആയിട്ട് മേടിക്കും. അപ്പം ദൂരെ നിന്ന് വരുന്ന കുട്ടികളാണെന്ന് കാണുമ്പോൾ നല്ല രീതിയിൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ പെൺകുട്ടികൾക്കൊക്കെ സെക്യൂരിറ്റി, ഇപ്പം ഈ അടുത്ത് തന്നെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പെൺകുട്ടികൾ മാത്രമുള്ള ഫ്ലാറ്റിൽ അടുത്ത ഈ കള്ളന്മാരുടെ ശല്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. വിവിധ രീതിയിൽ ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്ന കുട്ടികളുടെ സുരക്ഷാ കാര്യത്തിൽ കലാശാല യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ല. തലസ്ഥാന നഗരിയുടെ പല ഭാഗങ്ങളിലായി സ്വകാര്യ വ്യക്തികൾ ഒരുക്കുന്ന താമസ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ കണക്ക് പോലുമില്ല എന്നതാണ് വസ്തുത. ഒരു കോമൺ പോയിന്റ്, അതായത് ഒന്നുകിൽ മൈത്രീനെ പോലത്തെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു സംഘടന, ആ സംഘടന വഴി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഓക്കെ ഈ ഒരു ഡേറ്റയിൽ, അതായത് ഈ ഒരു ഫയലിൽ വരുന്ന സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അവിടെ പോയിട്ട് അവർക്ക് വീടുകൾ എടുക്കാൻ പറ്റും, സേഫ് ആണ് എന്നുള്ള ഗ്യാരണ്ടി ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വീടെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. പിന്നെ സൗത്ത് ക്യാമ്പസിൽ സോ ഐ തിങ്ക് ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റ കളക്ഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് റിഗാർഡ്, വിച്ച് ഇസ് സേഫ്, വിച്ച് ഇസ് നോട്ട് സേഫ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കാനും കലാശാലയിൽ നിന്ന് തന്നെ ചില ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ശബ്ദമാണ് പിഞ്ചിറാത്തോട്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എത്രമാത്രം ഫലം കാണുന്നുണ്ട് എന്നതും കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. നിലവിലെ സംവിധാനങ്ങൾ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയാണ് ഈ പ്രതിഷേധം. പിഞ്ചിറാത്തോട് എന്ന ഹിന്ദി പദത്തിന്റെ അർത്ഥം കൂടുകൾ പൊളിച്ചു മാറ്റുക എന്നതാണ്. ജാമിയ മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾക്ക് ഹോസ്റ്റലിൽ രാത്രി നിയന്ത്രണം കർശനമാക്കിയ 2015 പിഞ്ചിറാത്തോട് രംഗത്ത് വരുന്നത്. ഹോസ്റ്റൽ കർഫ്യൂവിനെതിരെ രാത്രികാലങ്ങളിൽ പ്രതിഷേധവുമായി പെൺകുട്ടികൾ തെരുവിലേക്കിറങ്ങി. രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിലേക്ക് ഇത് പടർന്നു. സുരക്ഷയുടെ പേരിലുള്ള ഈ നിയന്ത്രണം മൗലിക അവകാശ ലംഘനമാണെന്ന് പിഞ്ചിറാത്തോട് ആരോപിക്കുന്നു. So basically Pinjratod is demanding firstly abolition of curfews, because in a lot of, if we see in Delhi University, there are a lot of boys colleges where though on paper there are curfews but they are not strictly implemented. So in practice there are no curfews, but for girls we cannot even order our food, like say after 9 o'clock. We cannot enter our hostel after 7:30 without taking a late night or a night out, and they are also limited in number. സ്റ്റീഫൻസിൽ ഈ ഇടയ്ക്കുണ്ടായ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ മെഡിക്കലി കുറച്ച് എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ആണ് ആൾ, BP ലോയെ അൺകോൺഷ്യസ് ആയി. 9:30 പിള്ളേർ പറഞ്ഞു നമ്മൾ ഊബറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ വാർഡൻ വാസിലേക്ക് പറ്റില്ല, പോകണ്ട, ഇത് ഡീനോട് പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ബേഴ്സറിനെ വിളിക്കണം, ഡീനെ വിളിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ അബോധാവസ്ഥയിൽ കിടന്നു. എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേജ് എസ്കലേറ്റ് ചെയ്താൽ മരണം വരെ സംഭവിക്കും. പോകാനായിട്ട് ഇവർ വീണ്ടും ഡിലേ ചെയ്യും. ഫുഡ് ഓർഡർ ചെയ്ത് ബേസിക് സാധനം, രാത്രിയിലിരുന്ന് പഠിക്കേണ്ട സ്വഭാവം സ്റ്റുഡൻസാണ്, നിങ്ങൾ ഡിമാൻഡ് ചെയ്യണമെന്നല്ല, നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെ ഫുഡ് ഓർഡർ ചെയ്ത ഫുഡ് ഡെലിവറി അക്സെപ്റ്റ് ചെയ്യാൻ ഇവർ സമ്മതിക്കും. ഹോസ്റ്റൽ കർഫ്യൂക്കെതിരെ മാത്രമായി ഒതുങ്ങുന്നില്ല പിഞ്ചിറാത്തോടിന്റെ പ്രക്ഷോഭം. പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം വർദ്ധിപ്പിക്കുക, OBC സംവരണം നടപ്പിലാക്കുക, ഹോസ്റ്റൽ ഫീസ് കുറയ്ക്കുക, ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ സംഘടന. ജൂറിസ്ഡിക്ഷൻ എവിടെയൊക്കെ വരണം, ഇത് കോളേജ് പ്രിമൈസിൽ മാത്രമാണ്. അപ്പം അതിനെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരുന്നു. ലൈക്ക് UCC എന്ന് വെച്ചാൽ അണ്ടർ ഗ്രാഡ്സിനുള്ളവർക്ക് ഇന്ന സെഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനുള്ളവർക്ക് ഇന്ന സെഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഉണ്ടാവണം, ഡിഫറെൻറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം.
ഏതൊരു ഏരിയയിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ് അക്യൂസ്ഡ് ഹരാസ്മെൻറ്റ് നേരിടുന്നതെങ്കിലും അങ്ങനെ ഒരു പബ്ലിക് ഏരിയയിലാണെങ്കിൽ പോലും അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാണ്. The main demand is abolition of curfews, because not a lot of girls come from, say, privileged backgrounds to be able to, a lot of girls want to work, go outside and work at nights, maybe at a call center, or they want to access library 24/7 or for a lot of other things. So പോരാടി നേടുക എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പിഞ്ചിറാത്തോടൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുക, അവരുടെ ആർഗ്യുമെൻറ്റ്സിന് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മളിൽ പലരും ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾക്ക് ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റുന്ന സ്പേസുകളിൽ അതിനനുസരിച്ച് ഇൻ്റർവ്യൂൻ ചെയ്യുകയും ചെയ്യുന്നു. കുട്ടികളുടെ താമസ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള റൈറ്റ്സ് പ്രശ്നങ്ങളോ ഒരു ദിവസം കൊണ്ട് സോൾവ് ചെയ്യുന്നില്ല. പക്ഷേ ഈ മൂവ്മെൻറ്റിലേക്ക് നിങ്ങൾ വരാതെ ഇത് സോൾവ് ആവില്ല. പ്രതിഷേധത്തെ തുടർന്ന് പല ക്യാമ്പസുകളിലും ചെറിയ മാറ്റങ്ങളെല്ലാം സാധ്യമായിട്ടുണ്ട്. എന്നാലും അധികൃതരുടെ നിഷേധസ്വരം തുടരുന്നു. അക്കാദമിക് തലത്തിൽ ലൈബ്രറി പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് സമയനിയന്ത്രണം തടസ്സമാവുന്നു. പിഞ്ചിറാത്തോടിൻ്റെ LSR കേന്ദ്രീകരിച്ച ഓരോ കോളേജസിലും വേറെ വേറെ ആയിരുന്നു ഡിമാൻഡ്സ്. LSRനെ സംബന്ധിച്ചിടത്തോളം ലൈബ്രറി ഫെസിലിറ്റീസ്, അതായത് റീഡിംഗ് റൂം എന്നുള്ളത് 24/7 അല്ല. ഇപ്പോൾ ഇന്ന് സാറ്റർഡേ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉള്ളൂ ഫെസിലിറ്റി. പക്ഷേ അത് മാത്രം പോരാ ഇവിടെ അക്കാഡമിക് സ്പേസ് ആകുമ്പോൾ തന്നെ. അപ്പോൾ അത് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് അവർക്കെങ്കിലും ഒരു ഫുൾ ടൈം ആക്സസിബിലിറ്റി എന്നുള്ളതായിരുന്നു അവർ ഒരു വിഷയം. ഹോസ്റ്റലിലെല്ലാം താമസമുള്ള കുട്ടികൾക്ക് പഠിക്കുന്ന ടൈമൊക്കെ ഒരുമിച്ചിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ലൈബ്രറി മാത്രമേ ഉള്ളൂ. അപ്പോൾ കോളേജ് ലൈബ്രറി ആണെങ്കിൽ ഇപ്പോൾ ഞാൻ സാക്കിർ ഹുസൈൻ കോളേജിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവിടെ 8 o'clock വരെയാണ് ലൈബ്രറി ഫെസിലിറ്റീസ്. അപ്പം താമസം ഞാൻ ഇവിടെ ആയതുകൊണ്ടും പിന്നെ അത്രയും ദൂരം പോയി വരേണ്ട ബുദ്ധിമുട്ട് കൊണ്ടും 8 o'clockന് ശേഷം പഠിക്കേണ്ട അവസരങ്ങളിലും എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് സെൻട്രൽ ലൈബ്രറിയാണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ഉണ്ടായിട്ടും ഡൽഹി സർവകലാശാലയിൽ മലയാളം ശ്രേഷ്ഠമാകുന്നുണ്ടോ എന്നതാണ് മറ്റൊരു വിഷയം. ഭാഷാ പഠന വിഭാഗത്തിൽ മലയാളം വകുപ്പില്ല. ആരുടെ അനാസ്ഥ മൂലമാണ് ഇത്? മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനുമായി സർവകലാശാല സ്ഥാപിച്ച് ഭാഷാസ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് കേരള സർക്കാർ. എന്നാൽ ഡൽഹി പോലെയുള്ള സ്ഥലത്ത് കേന്ദ്ര സർവകലാശാലയിൽ ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നതിന് തെളിവാണ് ഇവിടെ നിർജീവമായി കിടക്കുന്ന മലയാള വിഭാഗം. 2 അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 18 വർഷം പിന്നിട്ടു. നിയമനം നടക്കാത്തതിനു പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്ന് വ്യക്തം. താല്പര്യങ്ങളുടെ ഒരു യോജിപ്പില്ലായ്മയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. UGC മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള പലരും പലവട്ടം ഈ പോസ്റ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ എത്തുന്നതിന് മുന്നേ തന്നെ സർക്കാർ തലത്തിൽ തന്നെ 2 ഭാഗത്തു നിന്നും മാറി മാറി വരുന്ന കേരള സർക്കാർ തലങ്ങളിൽ 2 ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ കാൻഡിഡേറ്റ്സിനെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഈ അപ്പോയിൻമെൻറ്റ് നടക്കാത്തതെന്ന് ഇത് ഒരു എന്താ പറയുക ഒരു കോൺസ്പിറസി തിയറി ഒന്നുമല്ല, വളരെ പച്ചയ്ക്ക് പറയാൻ പറ്റും. ആദ്യകാലങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മലയാള വിഭാഗം ഡൽഹി സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. 1968 ഇതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. മലയാളം ഉൾപ്പെടെ 11 ഭാഷകളിൽ പഠനം നടത്തുന്നതിനാണ് ഡൽഹി സർവകലാശാലയിലെ മോഡേൺ ഇന്ത്യൻ ഭാഷാ വിഭാഗത്തിന്റെ ഭാഗമായി ഇത് തുടങ്ങിയത്. അന്ന് മലയാളത്തിൽ ബിരുദാനന്ത ബിരുദമുണ്ടായിരുന്നു. ഏവൂർ പരമേശ്വരൻ, അകവൂർ നാരായണൻ തുടങ്ങി പ്രഗത്ഭരായ അധ്യാപകർ, വളരെ വിപുലവും അപൂർവവുമായ പുസ്തകശേഖരമുള്ള ലൈബ്രറി, എല്ലാം കൊണ്ടും സജീവമായ മലയാള വിഭാഗം. എന്നാൽ അകവൂർ വിരമിച്ചതോടെ മലയാളത്തിന്റെ നല്ല കാലം കഴിഞ്ഞു. ഈ വകുപ്പ് പുനരുജ്ജീവിപ്പിച്ചാൽ ഏറ്റവും പ്രയോജനപ്പെടുന്നത് മലയാളി വിദ്യാർത്ഥികൾക്കാണ്. ഇവിടെ അങ്ങനെ ഒരു മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് വരികയാണെങ്കിൽ ഇവിടെ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് മലയാളം ഓപ്ഷണലായിട്ട് എടുക്കുമ്പോൾ റെഫറൻസ് ചെയ്യാനും ബുക്കുകൾ ഇതാക്കാനും ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നൊരു. അതുപോലെ തന്നെ പണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ സാറ് ഇവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് മലയാളം പഠിക്കുകയും പിന്നീട് അവർ ഹിന്ദിയിലുള്ള പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻസിനും കൂടിയും മലയാളം എന്നുള്ള ഭാഷയെ പഠിക്കാനും അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള മലയാളം ഫാക്കൽറ്റി. മലയാളി വിദ്യാർത്ഥികളേറെയും കേരളത്തിൽ 2ാം ഭാഷയായി തിരഞ്ഞെടുക്കുന്നത് മലയാളമാണ്. എന്നാൽ ഡൽഹി സർവകലാശാലയിൽ സയൻസ്, കൊമേഴ്സ് അല്ലാത്ത വിഷയങ്ങളിൽ ബെസ്റ്റ് 4 സബ്ജക്റ്റാണ് എടുക്കുക. അതിൽ
പഞ്ചാബി, ബംഗാളി, അറബിക്, ഉറുദു തുടങ്ങിയ ഭാഷകളുണ്ടെങ്കിലും മലയാളം, തമിഴ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതുമൂലം പ്രവേശന സമയത്ത് 2.5% മാർക്ക് വെട്ടിക്കുറയ്ക്കും. ഇങ്ങനെ വരുമ്പോൾ മൊത്തം മാർക്കിനെ തന്നെ ഇത് ബാധിക്കും. ഇതിനു പുറമെയാണ് പാഠ്യേതര വിഷയങ്ങളിൽ ലഭിക്കുന്ന 20% മാർക്ക് പ്രവേശന സമയത്ത് അംഗീകരിക്കാതിരിക്കുന്ന പ്രശ്നവും ഉയരുന്നത്. ഇതും കൂടി വരുമ്പോൾ പ്രവേശനം പോലും ബുദ്ധിമുട്ടാകുന്നു. ഇപ്പോൾ സയൻസ് സ്ട്രീമിൽ നിന്ന് ഇപ്പോൾ ആർട്സ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ 2.5 റിഡക്ഷൻ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മലയാളം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ് 4 ആഡ് ചെയ്യില്ല. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബെസ്റ്റ് 4 മലയാളം ആഡ് ചെയ്യില്ല. അപ്പോൾ നാട്ടിലിപ്പോൾ മലയാളം പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ഇവിടെ ഹിന്ദി പഠിക്കാത്തതിൻ്റെ പേരിൽ വേറൊരു സബ്ജക്റ്റ് എടുക്കേണ്ടി വരിക. അപ്പോൾ മലയാളത്തിൻ്റെ അത്ര സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. +2 1200 മാർക്കൊക്കെ സ്കോർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അതൊക്കെ ഇവർക്കൊരു അത്ഭുതമാണ്. കാരണം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊന്നും അങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഗ്രേസ് മാർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. യൂണിവേഴ്സിറ്റിയിലെ അതോറിറ്റീസ് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് നമുക്ക് എക്സ്ട്രാ മാർക്ക് അവർ വെറുതെ ഗ്രാൻഡ് ചെയ്യുന്നതാണെന്നൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ആൾക്കാർ പറഞ്ഞിട്ട് ഈവൻ സർട്ടിഫിക്കറ്റ് എടുത്ത് തന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞ കണ്ടീഷൻസ് വരെ ഉണ്ട്. ഹിന്ദി രണ്ടാം ഭാഷയായി എടുക്കുന്ന ഉത്തരേന്ത്യയിലെ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക് ഇത്തരം പ്രയാസങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല. മലയാളം അംഗീകൃത ഭാഷകളുടെ ലിസ്റ്റ് എയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണം. ഉന്നത പഠനത്തിന്റെ ദുരിതപാഠങ്ങളെ ഇല്ലാതാക്കാൻ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ മൂലം മാത്രമേ പരിഹാരമുണ്ടാകുകയുള്ളൂ. എത്ര നാൾ കാത്തിരിക്കണമെന്നത് ചോദ്യമായി തന്നെ തുടരും.